ദേശാഭിമാനി ആയിട്ടുള്ള സ്വർഗീയ CK രാമചന്ദ്രൻ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിന ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ BMSന്റെ സംസ്ഥാന സെക്രട്ടറി CB വർഗീസ് കേശവൻജി സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ് വിശ്വകർമ്മ ജയന്തി രാജ്യബോധം വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രേരണ നൽകുന്നതാണ് ദേശീയ തൊഴിലാളി എല്ലാ മേഖലകളിലും ആചരിച്ചിട്ടുണ്ട്. മാതൃകയാണ് വിശ്വകർമ്മ. ഏതൊരു തൊഴിലിനും 55 തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് 70 വർഷം കഴിഞ്ഞ് കടന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകൾക്കധികമായി പ്രവർത്തിക്കുന്ന വിചാരധാരയാണ്, സംസ്കാരത്തെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സംസ്കാര സമ്പന്ന നമുക്കറിയാം ഇന്ന് സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി പരക്കെ അറിയപ്പെടുന്നു. എന്നാൽ ഒരു പതിറ്റാണ്ടോ 2 പതിറ്റാണ്ടോ മുമ്പ് വരെ ഈ കേരളത്തിൽ മുതലുള്ള മുഴുവൻ വിഭാഗങ്ങളും ഇവിടെ ഉണ്ടായി. തച്ചനെന്ന് പറയുന്ന പെരുന്തച്ഛൻ വിശ്വകർമാവിനെ ഭജിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ പ്രവർത്തകർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട് കണ്ണൂരിൽ. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, പകുതിക്കായി ഒരു വീട് കഴിഞ്ഞ ദിവസം കക്കാട്. അറിയണം, കക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് പകുതിക്കായി വീട്. ആ വീടിന്റെ കോൺട്രാക്ട് തെറ്റിപ്പിരിഞ്ഞു. ബാലകൃഷ്ണൻ പേര്, അദ്ദേഹം PWD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വക്കീലെ നിങ്ങളുടെ ആരെങ്കിലും പ്രവൃത്തി പൂർത്തിയാക്കാൻ പറ്റുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞു നോക്കാം, അത്രേ പറയാൻ പറ്റും. ഞാൻ നമ്മുടെ പ്രവർത്തകരെ വിളിച്ചപ്പോൾ അയാൾ 10 പ്രവർത്തകരെയും കൂട്ടിപ്പോയി കല്ല് വെച്ച് വാർത്ത് തേച്ച് പെയിന്റടിച്ച് ആ വീട്ടിൻ്റെ പണി മുഴുവൻ തീർത്തു കൊടുത്തു. നിങ്ങൾ അത്ഭുതപ്പെടണ്ട. എന്നിട്ട് കൂലി എന്ന് പറയുന്ന സാധനം അദ്ദേഹം കണക്ക് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി. അദ്ദേഹം കുറച്ചും കൂടി കൂട്ടിക്കൊടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വീട്ടുകൂടൽ. ആ വീട്ടുകൂടൽ വാട്സപ്പിലൂടെ അത് പ്രചരിക്കുന്നുണ്ട്. ഭാവി ബനിയനും ഭാവി മുൻകൊടുത്ത നമ്മുടെ ആ പ്രവർത്തകരെ നിർത്തിക്കൊണ്ട് ഇയാൾ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് ഞാൻ നിന്നില്ല. കാരണം